നമസ്കാരം. 20th അവറാണ്. കാൺപൂരിനെ ഞെട്ടിച്ച ഒരു അപകടം. ഒരു ആഡംബര കാർ, ലംബോർഗിനിയാണ്. ഏതാണ്ട് 12 കോടി രൂപ വരും. ഈ കാറ് പാഞ്ഞു കയറി വാഹനങ്ങൾക്ക് മുകളിലൂടെ ഒന്നൊന്നായി. അതിനുള്ളിൽ ഒരു വലിയ പുകയില വ്യവസായിയുടെ മകനാണ്, ധനാഢ്യനാണ്. കേസെടുക്കാൻ പോലീസിന് അല്പം മടി കാണിക്കുന്നത് പോലെ. പക്ഷേ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേസൊക്കെ എടുത്തു. പക്ഷേ ഇപ്പോഴും അതിൽ ചില അവ്യക്തതകൾ, ഇപ്പോഴും ചില ദുരൂഹതകളൊക്കെ തുടരുന്നു. കാനഡയിൽ ഒരു ഇന്ത്യക്കാരനെ അജ്ഞാതരെത്തി വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യവുമുണ്ടായി. എന്തിനാണ് ആ ബംഗളൂരു സ്വദേശിയെ വെടിവെച്ചു കൊന്നത്? കന്നഡ സംസ്കാരം വളർത്താൻ അയാൾ പ്രയത്നിച്ചത്. വിശദമായി നോക്കാം. സ്വാഗതം 20th അവറിലേക്ക്. കറുത്ത ലംബോർഗിനിയിലെത്തി ഇടിച്ചു തെറിപ്പിച്ചത് നിരവധി പേരെ. പുകയില വ്യവസായിയുടെ മകൻ അറസ്റ്റിൽ. പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. ഞായറാഴ്ചയാണ് കാൺപൂരിനെ നടുക്കിയ, ഞെട്ടിച്ച ആ അപകടം നടന്നത്. 12 കോടിയുടെ ലംബോർഗിനി റെവുവെൽറ്റോ എന്ന കാറ് അത് ഓടിച്ച് അപകടമുണ്ടാക്കിയത് ശതകോടീശ്വരനായിട്ടുള്ള ഒരു പുകയില വ്യവസായിയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ശിവ മിശ്രയാണ്. ബംഷി ദ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയായിട്ടുള്ള കെ മിശ്രയുടെ മകനാണ് ഈ ശിവം. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വഴിയാത്രകരെയും ഒപ്പം ഓട്ടോറിക്ഷയും ബൈക്കിനെയും ഒക്കെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ ആഡംബരക്കാർ. അപകടത്തിൽ 6 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. കാൺപൂരിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഏതാണ്ട് 3:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ലംബോർഗിനി ആദ്യം ഒരു ഓട്ടോറിക്ഷയിലാണ് ഇടിക്കുന്നത്. അവിടെ നിന്നില്ല. പിന്നീട് റോയൽ എൻഫീൽഡ് ബൈക്കിൽ ഇടിച്ചു. അതിന്റെ മുകളിലൂടെ കയറിയിറങ്ങി. ഈ ബൈക്കിനേറ്റ ആഘാതത്തിൽ അതിലുണ്ടായിരുന്ന ആൾ 10 മീറ്ററോളം തെറിച്ചു വീണു എന്നാണ് അവിടെയുള്ള കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. ബൈക്കിന്റെ മുൻചക്രം കാറിൽ കുടുങ്ങിയതോടുകൂടി അതിനെ വലിച്ചിഴച്ച് കുറച്ചേറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോയ ശേഷമാണ് ആ ലംബോർഗിനി ഒരു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിനുള്ളിലുണ്ടായിരുന്ന ശിവം, നാട്ടുകാരെല്ലാം ചേർന്ന് ശിവത്തെ കാറിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു. അപകടത്തിന് പിന്നാലെ കറുത്ത SUV-യിൽ അകമ്പടി വന്ന ബൗൺസർമാർ ശിവത്തിന്റെ ആളുകളാണ്. ആ ബൗൺസർമാരാണ് കാറിൽ നിന്നും ശിവം മിശ്രയെ പുറത്തെടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ പിന്നീട് ലഭിക്കുകയും ചെയ്തു. അവരാണ് ആ ശിവം മിശ്രയെ ആ സ്പോട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്, നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന്. ആ ദൃശ്യം കണ്ടല്ലോ. അപകടത്തിന് പിന്നാലെയും പോലീസ് വാഹനം പിടിച്ചെടുത്തു. എന്നാൽ കേസെടുക്കാൻ പോലീസിന് മടിയുണ്ടായി എന്നാണ് രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ വീടുകൾ പൊളിക്കാൻ കാണിക്കുന്ന ആ വേഗത പണക്കാരനായ ഒരു വ്യവസായിയുടെ മകൻ കുറ്റം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ചോദ്യം. അതായത് ഈ ബുൾഡോസർ രീതിയൊന്നും ഈ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾക്കറിയാവുന്നതാണ് ബുൾഡോസർ കേസ് ഒരുപാട് വീടുകൾ തകർത്തതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും അത് രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ അത് വലിയ തോതിൽ വിവാദമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാരണം ഒരു വലിയ വ്യവസായിയുടെ മകനാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്.
കുറേയേറെ പേരുടെ ജീവനെങ്കിലും നഷ്ടമാകുന്ന തരത്തിൽ അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചത്. ഭാഗ്യം കൊണ്ട് ആ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് സന്തോഷകരം. എന്താണെങ്കിലും അതേസമയം കേസിൽ നിന്ന് ഈ രക്ഷപ്പെടുത്താനായി മറ്റൊരു വാദമാണ് ഇപ്പോൾ ഈ ശിവം മിശ്ര എന്ന ഈ വണ്ടി ഓടിച്ച ആ കോടീശ്വരന്റെ മകന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ വാദിക്കുന്നത്. പിൻസീറ്റിലായിരുന്നു ശിവം ഇരുന്നത് എന്നാണ് കോടതിയിലെ വാദം. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. മുൻ സീറ്റിലെ അല്ലെങ്കിൽ ഡ്രൈവറുടെ സീറ്റിലെ വാതിൽ തുറന്ന് അവിടെ നിന്ന് ആ ബൗൺസർമാർ ശിവം മിശ്രയെ പുറത്തേക്ക് എടുക്കുന്നത്. മോഹൻ എന്നാണ് ഈ ശിവം മിശ്രയുടെ സ്ഥിരം ഡ്രൈവറുടെ പേര്. മോഹനാണ് അന്ന് വണ്ടി ഓടിച്ചത് എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത്. उस गाड़ी को जो ड्राइवर चला रहे थे मोहन जी, उन्होंने कल कोर्ट में एप्लीकेशन दी थी कि हम कोर्ट में सरेंडर करना चाहते हैं। कोर्ट ने आज की डेट फिक्स की थी आख्या मंगाने के लिए थाने से। आज आख्या आई नहीं है, कल की डेट फिर फिक्स हो गई है उसमें। तो जो ड्राइवर गाड़ी चला रहा था उसने हाजिर होकर के अपनी जमानत कराने का प्रार्थना पत्र दिया और गाड़ी रिलीज़ की एप्लीकेशन भी कोर्ट में लगी है। शिवम मिश्रा का क्या रोल है? शिवम मिश्रा और ड्राइवर दोनों लोग गाड़ी में बैठे हुए थे। जो ड्राइवर गाड़ी चला रहा था उससे एक दिन पहले गाड़ी को बनाने वाले कुछ लोग आए थे और वो उसका ड्राइवर का कहना ये है कि गाड़ी में अचानक साइड से एक टेम्पो वाले ने टक्कर मारी और उसके बाद बगल में एक मोटरसाइकिल खड़ी थी, उससे इनकी गाड़ी टकरा गई। इतना ही मुझे बताया ड्राइवर ने। ഇനി ഈ ശിവമിശ്രയുടെ വീട്ടുകാർ, കുടുംബത്തിലെ ചില ഉറ്റവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഓടിക്കുന്നതിനിടെ അപസ്മാരമുണ്ടായി, ഫിക്സ് ഉണ്ടായി എന്നാണ്. അങ്ങനെയാണ് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. പക്ഷേ അതേസമയം കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞത് മോഹനാണ് വാഹനം ഓടിച്ചതെന്നാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 6 മാസമായി ഈ ശിവത്തിന് ഇത്തരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഈ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞത്. ആദ്യം പോലീസ് ഈ കുടുംബാംഗങ്ങളുടെ അടുത്തെത്തിയിരുന്നു. കാരണം ശിവമിശ്രയെ ബൗൺസർമാർ കൊണ്ടുപോയി, പിന്നീട് ഒരു വ്യക്തതയില്ല എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു, അറസ്റ്റ് ഉണ്ടാകാത്തതിൽ ഒക്കെ. അപ്പോൾ ശിവമിശ്രയെ തേടിയാണ് പോലീസ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞതാണ് ഒരു ഫിക്സ് ഉണ്ടായി, അപസ്മാരമുണ്ടായി. ഇതേ തുടർന്ന് ശിവമിശ്രയ്ക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് എന്ന് പോലീസ്. पहले एफआईआर में नाम इसलिए नहीं है कि जो इंजर्ड हुआ था वो इंजर्ड की एप्लीकेशन पर एफआईआर हुआ। दूसरी बात है कि जब घटना हुई थी तो घटना के समय पर वहाँ पुलिस नहीं थी। घटना होने के बाद जो है जो ड्राइवर था वो अनकॉन्शियस हो गया, तो उनके जो बाउंसर थे वो उसको हॉस्पिटल ले गए। तो पुलिस जो है उस समय पुलिस बाद में जाती है, बाद में जो इंजर्ड वहाँ पर रहता है उसको लेकर के उसको मेडिकल के लिए असिस्टेंट के लिए जाती है। पहला ये लगता है कि ये इंजरी वाले को इनका मेडिकल कराए, तो पुलिस ने दोनों कार्रवाई दुरुस्त करी है। എന്തായാലും ഇതിൽ ഒരുപാട് അവ്യക്തത ഇപ്പോഴുമുണ്ട്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആ ശിവമിശ്ര മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ, കണ്ടുനിരുന്നവർ, പ്രദേശവാസികളൊക്കെ പറയുന്നത്. പക്ഷേ അതിലൊരു മെഡിക്കൽ പരിശോധന ഒന്നും നടന്നിട്ടുമില്ല. സ്വാഭാവികമായും അത് നമുക്കിടയിലും പലപ്പോഴും അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുമുണ്ടല്ലോ. ഈ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആണ് എന്നുള്ള ആരോപണം ഉയരുന്നു. എന്നാണെങ്കിലും അപകടകരമായിട്ടുള്ളൊരു വേഗതയിലാണ് ആ വാഹനം എത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബൗൺസർമാരാണ് കാർ ഓടിച്ചയാളെ കൊണ്ടുപോയത് എന്നും ആ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു. അതിവേഗത്തിൽ ആ വാഹനം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷവും വീണ്ടും വണ്ടി മുന്നോട്ട് വലിയ ശബ്ദത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ആ ദൃക്സാക്ഷികൾ പറയുന്നത്. तो उतने में उसने ऑटो हम लोग के पीछे खड़ी थी, उसने ऑटो के मेरा टक्कर मारी है। जब ऑटो टक्कर मारी, ऑटो घूम गई, तो उसके बाद मालूम है ऑटो में टक्कर पड़ने के बाद गाड़ी की स्पीड 200 गुना से बढ़ गई। बहुत तेज़ आवाज़ आई हूँ एकदम से, तो इनको पकड़ के मैं खींचा तो हम लोग उधर गिर गए थे। पड़ी तो उसमें पीछे से गाड़ी और रुक गई आके, फॉर्च्यूनर ब्लैक कलर की थी। उसमें ये लोग इनके बाउंसर बैठे थे। अब बाउंसर जो है पहले हाथ से शीशा तोड़ रहे थे, हाथ से शीशा नहीं टूटा। फिर हम लोगों ने ईंटा दिया, भाई उनका नहीं तबीयत किसी ख़राब है, तो निकला आदमी। तो उसमें बाउंसर हम लोग से बदतमीजी करने लगा। आवाज़ तेज़ होने के बाद उसने मेरी गाड़ी पे भैया ने हमको धक्का दिया कि हटो, हम दोनों लोग इधर गिरे। उसने लैम्बोर्गिनी जो थी उसने पूरी बुलेट पे चढ़ाते हुए आगे खंबा लगा था, खंबे पे जाके सीधे टक्कर मारी।
ഈ രക്ഷപ്പെടുത്താനെത്തിയ ബൗൺസർമാർ ആദ്യമൊക്കെ ഒരു നയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ കൂടി നിന്ന നാട്ടുകാർ അതിൻ്റെ ഒരു ഭീകരതയിൽ ആയതുകൊണ്ട് തന്നെ, ആ ഞെട്ടൽ മാറാത്തതുകൊണ്ട് തന്നെ ഈ ശിവത്തെ വിടാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അപ്പോൾ അവിടെ അവരവരുടെ മസിൽ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ബലം പിടിച്ചാണ് വാഹനത്തിന്റെ വാതിൽ തുറന്ന് നാട്ടുകാരെയൊക്കെ മാറ്റി ഈ ബൗൺസർമാർ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ശിവം മിശ്രയുമായി കടന്നു കളയുന്നത്. ഇനി 2024 2 വർഷം മുമ്പാണ് ശിവത്തിന്റെ ഈ കുടുംബ ബിസിനസ്സിൽ പലയിടത്തും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആദായ നികുതി വകുപ്പ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അത് കാൺപൂരിൽ മാത്രമല്ല, ഡൽഹി, മുംബൈ, ഗുജറാത്ത് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു പരിശോധന. അന്ന് ഡൽഹിയിലെ വസന്ത് വിഹാറിലെ ശിവത്തിന്റെ വസതിയുണ്ട്. അവിടെ നടത്തിയ പരിശോധനയിൽ ആഡംബര വാഹനങ്ങളുടെ ഒരു നിര തന്നെയാണ് കണ്ടെത്തിയത്. റോൾസ് റോയ്സ് ഫാൻറ്റം, പോർഷെ, ലംബോഗിനി തുടങ്ങി വാഹനങ്ങളൊക്കെ ആ കാർ പോർച്ചിലുണ്ടായിരുന്നു. ഏതാണ്ട് 2.5 കോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങൾ പതിപ്പിച്ച ആഡംബര വാച്ചുകളും അന്ന് ഈ ശിവമിശ്രയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. മനസ്സിലായി കാണുമല്ലോ, അത് ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ആദ്യം കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും ഒക്കെ മടിയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ തോതിൽ അത് ചർച്ചയായി, വിവാദമായി, ദൃശ്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വന്ന സാഹചര്യത്തിൽ നിർബന്ധിതരായിരിക്കുകയാണ് പോലീസ്. എന്താണെങ്കിലും കോടതിയിൽ വാദിക്കുന്നത് ആ വാഹനം ഓടിച്ചത് ശിവമിശ്ര അല്ല എന്നുള്ളതാണ്. കോടതിക്ക് എന്ത് ബോധ്യപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഒരു വലിയ വ്യവസായിയുടെ മകന്റെ അതിവേഗത്തിലുള്ള അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കലിന്റെ അഞ്ഞെട്ടലിലാണ് കാൺപൂർ നഗരം. കാനഡയിൽ ഒരു ഇന്ത്യക്കാരനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. അക്രമികൾ വെടിയുതിർത്തത് അദ്ദേഹം കാറിലിരിക്കും. കർണാടകയിലെ ബംഗളൂരുവിലെ നെലമംഗല സ്വദേശി ചന്ദൻ കുമാർ രാജ, അദ്ദേഹമാണ് വെടിയേറ്റ് മരിച്ചത്. 37 വയസ്സായിരുന്നു പ്രായം. ബംഗളൂരുവിൽ നിന്ന് ഏതാണ്ട് 47 കിലോമീറ്റർ അകലെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തിന്റെ ഇടം. അതായത് ത്യാമഗുണ്ടലു എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ചന്ദന്റെ കുടുംബം താമസിക്കുന്നത്. ഏക മകനായിരുന്നു ചന്ദൻ. LNTUയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള LTI മൈൻട്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ കാനഡയിൽ, ടൊറന്റോയിൽ. ശനിയാഴ്ച രാവിലെ ടൊറന്റോയിലെ വുഡ്ബൺ ഷോപ്പിംഗ് മാളിന്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ ചന്ദൻ കാറിലിരിക്കുകയായിരുന്നു അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ. അപ്പോൾ ആ ചന്ദന് നേരെ അജ്ഞാതർ വന്നു വെടിയുതിർത്തു. ഈ പോലീസ് വിവരമൊക്കെ അറിഞ്ഞ് ഓടിയെത്തി സ്ഥലത്തെത്തിയപ്പോൾ ചന്ദൻ ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്നു കിടക്കുന്ന നിലയിലാണ് ആ കാറിനുള്ളിൽ കണ്ടെത്തുന്നത്. ആ കാറിന്റെ വാതിൽ തുറന്ന ചന്ദനെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ കാറിനുള്ളിൽ നിരവധി വെടിയുണ്ടകൾ തറച്ച പാടുകളും കണ്ടെത്തി. അത്രമാത്രം റൗണ്ടുകൾ ആ ആക്രമികൾ വെടിയുതിർത്തുന്നു ചന്ദനെതിരെ. അതായത് ഏത് വിധേനയും കൊലപ്പെടുത്തണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആ പ്രതികൾ എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ആ ചന്ദന്റെ കാറിൽ തറച്ച വെടിയുണ്ടകളുടെ എണ്ണം നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രതികൾ വാഹനത്തിൽ ആ സംഭവ സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ നാട്ടുകാർക്കിടയിൽ, കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിലെങ്കിൽ പോലും വലിയ തോതിൽ ഈ സുരക്ഷ സംബന്ധിച്ച ഒരു ആശങ്കയ്ക്ക് ഈ മരണം കാരണമായിട്ടുണ്ട്. കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ് ഇത് എന്ന് തന്നെ ഉറപ്പിക്കുന്നു പോലീസ്. അങ്ങനെ തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 6 വർഷം മുമ്പാണ് ചന്ദൻ കാനഡയിലേക്ക് എത്തുന്നത്. ബംഗളൂരുവിലെ സപ്തഗിരി കോളേജിലായിരുന്നു ചന്ദന്റെ പഠനമൊക്കെ. എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയത് അവിടെ നിന്നാണ്. ആ ചന്ദന്റെ അപ്രതീക്ഷിത വിയോഗം അത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തിന്. ഹൃദയം
തകർന്ന മട്ടിലാണ് ആ വീട്ടുകാർ, ആ അച്ഛനും അമ്മയും ആ വാർത്ത ഏറ്റുവാങ്ങിയത്. കാരണം അവരുടെ ഏക മകനാണ്. സമീപത്തെ തഹസിൽദാർ എത്തിയാണ് വീട്ടിൽ കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ಹೇಳಿದ್ದಾರೆ. ಸೊ ಮಾತಾಡ್ತಾರೆ. ಇರ್ಲಿ ಸುಮ್ಮನೆ ಇರ್ಬೇಕು. ಸರ್ ಅಲ್ಲಿ ಮಾಹಿತಿ ಏನು ಆಗ್ತಾ ಇದೆ ಅನ್ನೋದು ನಮ್ಗೆ ಯಾರಿಂದ ಮಾಹಿತಿ ಬರುತ್ತೆ? ಈಗ ನಾವು DC ಅವರಿಗೆ ಕೊಡ್ತೀವಿ. DC ಸರ್ ಬಂದ ತಕ್ಷಣ ನಮ್ಗೆ ಬಂದ ತಕ್ಷಣ ನಾವು ಇಲ್ಲಿ ಕಮ್ಯುನಿಕೇಟ್ ಮಾಡ್ಕೊಡ್ತೀವಿ. ತಾವು ಏನ್ ಮಾಡ್ತೀರಿ ನಂತಕುಮಾರ್ ಅವರೇ? ತಾವು ನಾನು ರಿಟೈರ್ಡ್ ಟೀಚರ್ ಸರ್. ಟೀಚರು 15 ವರ್ಷ ರಿಟೈರ್ಡ್ ಆಯಿತು. 15 ವರ್ಷ ಆಗೈತೆ. ಈಗ 14 ವರ್ಷ ಕಳೆದಿತ್ತು ಸರ್. ആ പ്രായമായ അച്ഛൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ആ റിട്ടയർഡ് അധ്യാപകൻ്റെ ഏക മകൻ. സ്വാഭാവികമായും എങ്ങനെ അവർക്ക് താങ്ങാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആ ധാരയൊഴുകുന്ന ആ കണ്ണീർ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും ചന്ദൻ വിളിച്ചിരുന്നുവെന്നും അവധിക്ക് ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നൊക്കെ അറിയിച്ചിരുന്നു ആ വീട്ടുകാരോട്. വിവാഹം കഴിച്ചിട്ടില്ല ചന്ദൻ. നാട്ടിലെത്തിയാൽ ഇത്തവണ എത്തുമ്പോൾ താൻ വിവാഹിതനാകാൻ റെഡിയാണ് എന്നുള്ള സമ്മതവും ചന്ദൻ വീട്ടുകാരെ അറിയിച്ചിരുന്നുവെന്ന് ആ പിതാവ് നന്ദകുമാർ പറഞ്ഞു. എന്താണെങ്കിലും ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ പെട്ടെന്ന് പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വരയും മാധ്യമങ്ങളെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാണെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായമൊക്കെ കർണാടക സർക്കാർ തേടിയിട്ടുണ്ട്. ടൊറന്റോ പോലീസ് അതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ടൊറന്റോയിലെ ഈ കന്നഡ സാംസ്കാരിക വൃത്തങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ചന്ദൻ. അതിലേക്കാണ് ചില സംശയങ്ങൾ പോകുന്നത്. അതായത് കന്നഡ സിനിമകൾ, അവിടുത്തെ കർണാടക സംഗീതം, സാമൂഹിക പരിപാടികൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഊർജം, പ്രത്യേകമായിട്ടുള്ള ലീഡർഷിപ്പ് എടുക്കുമായിരുന്നു ചന്ദൻ. ആ പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഈ കന്നഡ അസോസിയേഷൻ എന്നൊരു സംഭവം അത് രൂപീകരിക്കാനുള്ള ചില നീക്കങ്ങളും ചന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നു. അതാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ബന്ധുക്കളെങ്കിലും സംശയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി നേരത്തെയും ഈ വീട്ടിലേക്ക് വരുന്ന കാര്യം സംബന്ധിച്ച് വീഡിയോ കോൾ ചെയ്തപ്പോൾ ചന്ദനോട് അച്ഛൻ നന്ദകുമാർ പറഞ്ഞതാണ് കഴിഞ്ഞ മാസത്തിൽ വീട്ടിലേക്ക് എത്തണമെന്ന്. അദ്ദേഹം ഇന്ന് കണ്ണീരോടുകൂടി പറയുകയാണ്, അന്ന് എൻ്റെ വാക്ക് മകൻ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം അവനുണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം എണ്ണി പറഞ്ഞ് കരഞ്ഞത്. എന്തായാലും ഒരു ഇന്ത്യക്കാരൻ്റെ ജീവനെടുക്കുന്ന സാഹചര്യം, അത് കർണാടക സ്വദേശിയാണ്. കാരണം എന്താണെന്ന് വ്യക്തമല്ല, ആരാണ് അക്രമികളെന്ന് വ്യക്തമല്ല. വളരെ അജ്ഞാതരായിട്ടുള്ള ആളുകൾ കാറിലിരിക്കുന്ന ചന്ദൻ എന്ന വ്യക്തിയെ, 37 വയസ്സുകാരനെ അതിനിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നു കാനഡ ടൊറന്റോയിൽ. കൊറിയൻ ആൺസുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് 16-കാരി ജീവനൊടുക്കിയത് ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിൽ ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുമുണ്ട്. ആദിത്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണത്തെ വിമർശിക്കുകയാണ് അവളുടെ അധ്യാപകൻ. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ആ വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. എറണാകുളം ചോറ്റാനിക്കരയ്ക്കടുത്ത് അവിടെ മാമലയിൽ 16 വയസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി വലിയൊരു പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്താണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന ആദിത്യയുടെ ആത്മഹത്യാക്കുറിപ്പ് മാത്രമാണ് ആ സ്കൂൾ ബാഗിൽ നിന്നും അന്ന് കിട്ടിയത്. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഇപ്പോഴും അതിൽ ഒരു വ്യക്തത വന്നിട്ടുമില്ല. പോലീസ് വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ആ ആദിത്യ എന്ന ആ കുട്ടിയുടെ അധ്യാപകൻ ന്യൂസ് 18നോട് പറയുന്നത്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിക്ക് കൊറിയൻ ബന്ധമുണ്ടെന്ന്
ആ അധ്യാപകൻ കരുതുന്നില്ല. പോലീസ് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ആ സ്കൂളിലെ അധ്യാപകരുടെ പരാതി. കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ അധ്യാപകരൊക്കെ ചേർന്ന് പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കിയത് ആ കുട്ടിക്ക് അത്തരത്തിൽ ഒരു കൊറിയൻ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അധ്യാപകൻ ബിജു KS-ന്റെ വാദം. ഇപ്പോൾ കൊറിയയിൽ ഒരാൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നും ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഉള്ളതാണ് ഞാനൊക്കെ അന്ന് എടുത്തൊരു സ്റ്റാൻഡ്. അന്ന് നമ്മൾ നോക്കുമ്പോഴത്തെ ഏകദേശം 19ഓളം പേരെ ഫോളോ ചെയ്തിരുന്ന ഒരു അക്കൗണ്ടാണത്. പക്ഷേ ആ അക്കൗണ്ടിൽ നമ്മൾ കണ്ടിരുന്ന 1-2 വീഡിയോസ് ശരിക്കും നമ്മളെ സംശയം ഉണ്ടാക്കിയിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ഇവിടെ ഉള്ള ഒരു പ്രദേശത്തുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരാളായിരിക്കാം എന്നുള്ളൊരു സൂചന നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ നോക്കുമ്പോഴത്തേ ആ അക്കൗണ്ടിൽ 5 പേര്, 5 ആണോ 4 ആണോ അത്രയും പേരാണ് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4 പേരിൽ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് കൈമാറാൻ പറ്റുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തേടെ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടിലും ഉണ്ടായിരുന്ന 15 പേരെയും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് കുറച്ച് സങ്കടമാക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ 15 പേര് ആരായിരുന്നു? അത് ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികളാണോ, വേറെ ആരെങ്കിലും ആണോ? അപ്പോൾ ഇയാളുടെ ട്രാപ്പിൽ അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം, അതൊന്നും നമുക്ക് അറിയില്ല. എന്നാൽ ഈ കുട്ടിക്ക് ആദിത്യക്ക് അത്തരമൊരു കൊറിയൻ പ്രണയമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരുപാട് കുട്ടികൾ ഈ കൊറിയൻ ഭ്രമത്തിൽ വീണു പോകുന്നുണ്ട് എന്ന് ഈ അധ്യാപകൻ പറയുന്നു. ദിവസവും സ്കൂളിൽ ഒരുപാട് കുട്ടികളെ കാണുന്ന അധ്യാപകരാണല്ലോ. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം? ഈ കൊറിയൻ സംഗീതത്തോട്, കൊറിയൻ ചിത്രങ്ങളോട്, അത്തരം കൊറിയൻ യൂട്യൂബ് വീഡിയോകളോടൊക്കെ വലിയ തോതിൽ ഇഷ്ടമുള്ള കുട്ടികളെ നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റും കാണാൻ കഴിയാറുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ. അപ്പോൾ അവിടെയാണ് നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത. അവർക്ക് ബോധവൽക്കരണം നൽകണമെന്നാണ് ഈ അധ്യാപകൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് അവളുടെ മുഖത്ത് നിന്ന് ഒന്നും അന്ന് കണ്ടെത്താനായില്ല എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. എന്തെങ്കിലും നമുക്കൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെടുമായിരുന്നു. പഴയ പോലെ അല്ല സ്കൂളുകളൊക്കെ. എൻ്റെ സ്കൂളുകൾക്ക് ഒരുപാട് നമ്മൾ ചായ പിടിക്കാൻ പോകുമ്പോൾ നമ്മളോട് ചായ പിടിക്കാൻ വരുന്ന പിള്ളേരെയാണ് മിക്കവാറും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ നമ്മളെയും കുറേ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് വളരെ പ്രധാനപ്പെട്ടാണ് എന്ന് നമ്മൾ കരുതുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെറിയ കുട്ടികളായിരിക്കും. അവരേതെങ്കിലും തരത്തിലൊക്കെ ട്രാപ്പിലായി പോയതായിരിക്കാം. നമുക്കറിയില്ല ഇതെന്താണെന്ന്. അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തും. അതിന് കൃത്യമായൊരു നിയമപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ വേണമെങ്കിൽ അത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കരണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അഭിപ്രായപ്പെടുന്നതും. ബന്ധത്തിൽപ്പെട്ട 1-2 കുട്ടികളൊക്കെ ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ സംസാരിച്ചിരുന്നു. അവരുടെ ബന്ധുക്കളായിട്ടുള്ള സെയിം ഏജിലുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെ കയ്യിൽ എന്തൊക്കെയോ ചാറ്റുകളോ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ ആ രീതിയിലൊരു സൂചനയാണ് നമുക്ക് നൽകിയത്. അത് പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞ് ശരിയല്ലല്ലോ. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആദിത്യയെ വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായിട്ടുള്ള കരിങ്കൽ കോറിയിലെ വെള്ളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നതെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് ഒരാഴ്ച മുമ്പ് മരിച്ചുവെന്നും ആ വിയോഗം തനിക്ക് താങ്ങാൻ കഴിയാത്തതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആ ആത്മഹത്യക്കുറിപ്പിൽ അന്നുണ്ടായിരുന്നത്. പെൺകുട്ടിയുടെ പുസ്തകങ്ങളിൽ കൊറിയൻ ഭാഷയിലുള്ള ചില കുറിപ്പുകളൊന്ന് കണ്ടെത്തിയിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. പക്ഷേ സുഹൃത്തില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ആ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ആ ആദിത്യയുടെ ആ അക്കൗണ്ടിൽ ആകെ 12 ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരണം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തുറന്ന് പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോഴും നമുക്കും അവ്യക്തതയുണ്ട്. എന്താണ് ആ കുട്ടി പറയുന്ന പോലെ ഒരു കൊറിയൻ സുഹൃത്തുണ്ടായിരുന്നോ എന്നൊക്കെ. ഫോൺ തുറന്ന് പരിശോധിച്ചു എന്നാണ് പക്ഷേ പോലീസ് പറയുന്നത്. കൊറിയൻ സുഹൃത്തിനെ പറ്റി ഒരു തെളിവും ഫോണിലില്ല എന്നും പോലീസ് പക്ഷേ കൂട്ടിച്ചേർക്കുന്നു. എന്താണെങ്കിലും ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടെത്തി അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചതിക്കുഴികളോ ഉണ്ടോ എന്നൊക്കെ വ്യക്തമാകൂ. അന്വേഷണം നടക്കട്ടെ. പോലീസ് അതിൽ കൃത്യമായൊരു വ്യക്തത കൊണ്ടുവരട്ടെ.
20th അവറിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഭർത്തൃ വീട്ടുകാർ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചു. അപ്പോൾ അതിന് കഴിയാതെ ആ യുവതി ജീവനൊടുക്കി. കർണാടകയിലെ ബീദർ ജില്ലയിലെ ഭാൽക്കി സ്വദേശിനിയാണ് 22-കാരിയായിട്ടുള്ള അഞ്ജന ഭായ് ശേഖർ പാട്ടീൽ. അവരാണ് വീടിനുള്ളിൽ തന്നെ മരിച്ചത്. ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ സ്ത്രീയെ. ഭർത്തൃ കുടുംബത്തിന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള നിരന്തര പീഡനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യുവതിയെ ഭർത്താവും കുടുംബവും ചേർന്ന് വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചുവെന്നും ഇതാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. ബീദർ ജില്ലയിലെ തന്നെ ബസവ കല്യാൺ സ്വദേശിയായിട്ടുള്ള ശേഖർ പട്ടേലുമായി 4 വർഷം മുമ്പ് 2022 അഞ്ജന ഭായിയുടെ വിവാഹം നടക്കുന്നത്. 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഈ കാണുന്ന ഭർത്തൃമാതാവും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം ആ സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു. ബസവ കല്യാണിലെ ഓങ് കോളനിയിലുള്ള പാട്ടീൽ കുടുംബത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അഞ്ജന ഭായിയുടെ മൃതദേഹം. യുവതിയുടെ പിതാവ് വിജയകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തു. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ തേടുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഇങ്ങനെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്തിരുന്നുവെന്ന് അങ്ങനെ വിജയകുമാർ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ആ ആംഗിളിൽ തന്നെയായിരുന്നു പോലീസിന്റെയും അന്വേഷണം. കടുത്ത മാനസിക ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ഗാർഹിക പീഡനമേറ്റതിന്റെ ഫലമായാണ് തന്റെ മകൾ ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ പിതാവ് പറയുന്നത്. പോലീസ് ഇതിനോടകം തന്നെ 3 പേർക്കെതിരെ കേസെടുത്തു. പ്രതികളിൽ ഒരാൾ അത് ശേഖർ പാട്ടീലാണ്, ഭർത്താവ്. മറ്റുള്ളവർ ഇയാളുടെ അടുത്ത ബന്ധുക്കളാണ് എന്നാണ് സൂചന. 3 പ്രതികൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. എന്നാലും ഒരു യുവതിക്കും ഉണ്ടാകരുത് ആ അവസ്ഥ. കാരണം ഭർത്തൃ വീട്ടുകാർ ഭർത്താവ് ഉൾപ്പെടെ ചേർന്ന് വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുക, മുന്നോട്ട് ജീവിക്കാൻ കഴിയാതെ സ്വയം ജീവനെടുക്കുക. തുല്യത പറഞ്ഞ സമയയുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.